സോഷ്യൽ മീഡിയയിൽ പലയിടത്തും ഹോളിസ്റ്റിക് അപ്രോച്ച്, ഡെയിലി റുട്ടീൻ, ഓയിൽ പുള്ളിംഗ് എന്നൊക്കെ കേൾക്കുന്നുണ്ടാവും അല്ലേ? അപ്പൊ എന്താണ് ഈ ഓയിൽ പുള്ളിംഗ്? എന്താണ് ഇതിന്റെ ഗുണങ്ങൾ? ഇതിന് പാർശ്വഫലങ്ങളുണ്ടോ? ആയുർവേദ ഓയിൽ പുള്ളിങ്ങിനെ കുറിച്ച് എന്താണ് പറയുന്നത്? ഈ വീഡിയോയിലൂടെ കാണാം. ഓയിൽ പുള്ളിംഗ് ഓറൽ ഹെൽത്തിന് മാത്രമല്ല, അതൊരു പാക്കേജ് ഓഫ് ബെനിഫിറ്റ്സ് ആണ്. ഇന്നത്തെ ശാസ്ത്രം ഇതിനെ പിന്തുണയ്ക്കുന്നതുകൊണ്ട് ഇതിന് കൂടുതൽ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്നു. മെന്റൽ ക്യാവിറ്റി, സെൻസിറ്റിവിറ്റി, പെയിൻ, അതേപോലെ തന്നെ നെർവ് റൂട്ടിനെ നറിഷ് ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നു. മാത്രമല്ല ഇത് സാലവറി ഗ്ലാൻഡ്സിനെ ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്, ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. അതേപോലെ നിങ്ങളുടെ ഓറൽ pH ബാലൻസ്ഡ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ഓയിൽ പുള്ളിംഗ് ഹെൽപ്പ് ചെയ്യുന്നു. സോഷ്യൽ മീഡിയയിൽ കേട്ടുവരുന്ന ഷുഷിംഗ് അല്ലെങ്കിൽ ഗാർഗിളിംഗ് അല്ല ഓയിൽ പുള്ളിംഗ്, അതായത് ഗണ്ടൂഷ. എന്നാൽ ഇതിന്റെ സത്യം എന്താണ്? എങ്ങനെയാണ് ഈ ഗണ്ടൂഷ ചെയ്യേണ്ടത്? ഓരോ ആയുർവേദ പ്രൊസീജിയേഴ്സിനും 3 ഘട്ടങ്ങളുണ്ട്: പൂർവകർമ്മം, പ്രധാന കർമ്മം, പാശ്ചാത്കർമ്മം. ആൻഡ് ഇതിന്റെ ഡീറ്റെയിൽസ് യു ക്യാൻ ചെക്ക് ഇൻ ദ ക്യാപ്ഷൻ. ഗണ്ടൂഷയ്ക്ക് കോമണായി യൂസ് ചെയ്യുന്ന 2 ഓയിലാണ് എള്ളെണ്ണ, സീസം ഓയിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണ, കോക്കനട്ട് ഓയിൽ. എങ്ങനെയാണ് ഗണ്ടൂഷ ചെയ്യേണ്ടത്? സീസം ഓയിൽ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിൽ വാ നിറച്ച് ഹോൾഡ് ചെയ്യുക. ഇത് വായിൽ ഹോൾഡ് ചെയ്യുമ്പോൾ സ്വിഷ് ചെയ്യാനോ അല്ലെങ്കിൽ ഇത് വിഴുങ്ങാനോ പാടില്ല. എത്ര നേരം ഇത് ഹോൾഡ് ചെയ്യാം? ഇത് ശരിയായ രീതിയിൽ ചെയ്യുമ്പോൾ എയ്തർ ത്രോട്ടിൽ നമുക്ക് സെക്രീഷൻസ് അല്ലെങ്കിൽ കണ്ണിൽ നിന്നും മൂക്കിൽ നിന്നും വാട്ടർ ഡിസ്ചാർജ് കാണപ്പെടും. ആ ടൈമിലാണ് നമ്മളിത് സ്പിറ്റ് ഔട്ട് ചെയ്ത് കളയേണ്ടത്. ഗണ്ടൂഷ തെറ്റായ രീതിയിൽ ചെയ്യുന്നത് കൊണ്ടാണ് ഇതിന്റെ സൈഡ് ഇഫക്ട്സ് ആയ ലിപ്പോഡ് ന്യൂമോണിയ, ലങ് അലർജി, സ്റ്റൊമക് അപ്സെറ്റ്, നോസിയ തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. സ്നേഹഗണ്ടൂഷ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ശരിയായ രീതിയിൽ ചെയ്യുക. തെറ്റായ രീതിയിൽ ഫോളോ ചെയ്യുമ്പോൾ അതിന് പാർശ്വഫലങ്ങൾ ഉണ്ടാവുന്നുണ്ട്. നിങ്ങളുടെ വായ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് വിട പറയൂ. ഇത് എളുപ്പവും ഫലപ്രദവുമാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയെങ്കിൽ പ്ലീസ് പുട്ട് എ കമന്റ് and follow Dr. A.S. Ayuke.